نور على نور. القاعدة الثانية أنهم يقولون ما دعوناهم وتوجهنا إليهم إلا لطلب القربة والشفاعة، فدليل القربة قوله تعالى: ألا لله الدين الخالص والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون إن الله لا يهدي من هو كاذب كفار. ودليل الشفاعة قوله تعالى: ويعبدون من دون الله ما لا يضرهم ولا ينفعهم ويقولون هؤلاء شفعاؤنا عند الله. രണ്ടാമത്തെ കായിക അൽ ഖായിദത്തു സാനിയ അന്നഹും യഖൂലൂൻ മാ ദഅൗനാഹും വതവജ്ജഹ്നാ ഇലൈഹിം ഇല്ലാ ലിതലബിൽ ഖുർബത്തി വശഫാഅ. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്കത്തെ മുശ്രിക്കുകൾ, അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ട ഇബാദത്തുകൾ അല്ലാഹു അല്ലാത്തവർക്കും നൽകിയ മക്കത്തെ മുശ്രിക്കുകൾ, അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഇബാദത്ത്, ദുആ, സഹായതേട്ടം, നേർച്ച വഴിപാടുകൾ, സത്യം ചെയ്യൽ, സുജൂദ്, തവാഫ്, ഖുർആൻ പാരായണം പോലുള്ള കാര്യങ്ങളൊക്കെ അല്ലാഹു അല്ലാത്തവർക്ക് നൽകുന്നത്? അല്ലാഹു മാത്രല്ലേ ഇബാദത്തിന് അർഹൻ. അപ്പൊ അള്ളാഹ് മാത്രല്ലേ സഹായം നേടാൻ പാടുള്ളൂ, അള്ളാഹല്ലേ ദുആ ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹുവിന്റെ പേരിലല്ലേ സത്യം ചെയ്യാൻ പാടുള്ളൂ, നേർച്ച വഴിപാടുകൾ അള്ളാഹ്ക്കല്ലേ പാടുള്ളൂ, അറവ് അള്ളാഹ്ക്കല്ലേ പാടുള്ളൂ എന്ന് പറയുമ്പോൾ മക്കത്തെ മുശ്രിക്ക് പറയും, നമ്മൾ ഈ മഹത്തുക്കളിലേക്ക് തിരിയുന്നത്, മഹത്തുക്കളെ വിളിച്ച് ദുആ ചെയ്യുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് സാമീപ്യം കിട്ടാനും ഈ മഹത്തുക്കൾ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാനും വേണ്ടിയാണ്. അല്ലാണ്ട് ഇവർ നമ്മളെ ഹാലിക്കായിട്ട് കാണുന്നൊന്നുമില്ല, മാലിക്കായിട്ട് കാണുന്നൊന്നുമില്ല, കണ്ടിട്ടില്ല. മറിച്ച് ഇവർക്ക് ഇബാദത്ത് ചെയ്യുന്നത് എന്തിനാണ്? ഇവർ അള്ളാഹുവിനെ നമ്മളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഇവർ അള്ളാഹുവിനെ നമുക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മക്കത്തെ മുശ്രിക്കിനെ അള്ളാഹു മുശ്രിക് എന്ന് വിളിക്കാനുള്ള കാരണം ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകിയത് കൊണ്ടാണ്, തൗഹീദുൽ ഉലൂഹിയ്യത്തിൽ പേച്ചത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? തൗഹീദുൽ റുബൂബിയ്യത്തും തൗഹീദുൽ ഉലൂഹിയ്യത്തും എന്നുള്ളത്. തൗഹീദുൽ റുബൂബിയ്യ എക്കാലത്തും എല്ലാവരും അംഗീകരിച്ചിരുന്നു, ആരും അതിനെ നിഷേധിച്ചിട്ടില്ല. മക്കത്തെ മുശ്രിക് അടക്കം തൗഹീദുൽ റുബൂബിയ്യത്ത് അംഗീകരിച്ചിരുന്നു. ആദ്യത്തെ കായികയിലൂടെ നമുക്കത് ബോധ്യമായി. രണ്ടാമത്തെ കായികയിൽ ശൈഖ് അവർ സമർത്ഥിക്കുന്നത് ആ തൗഹീദുൽ റുബൂബിയ്യത്ത് അംഗീകരിച്ച മക്കത്തെ മുശ്രിക്കിന് പേച്ചത് എവിടെയാണ്? അവർ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു അല്ലാത്തവരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു അല്ലാത്തവരോട് തേടുന്നു, നേർച്ച വഴിപാടുകൾ അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്നു, അള്ളാഹു അല്ലാത്തവർക്ക് തവാഫ് ചെയ്യുന്നു പോലുള്ള അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട ഇബാദത്തുകൾ നൽകി എന്നതാണ്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന അല്ലാഹ്. നീ പ്രവാചകരെ, താങ്കൾ ഈ മക്കയിലെ മുശ്രിക്കുകളോട് ആകാശ ഭൂമികളെ പടച്ചത് ആരെയും ചോദിച്ചാൽ അവര് പറയും അല്ലാഹ്. അതുകൊണ്ട് നീ അത് ചോദിക്കണ്ട. അത് ചോദിക്കാൻ റബ്ബ് എന്ന് ചോദിക്കാൻ ഒരു പ്രവാചകനും വന്നിട്ടില്ല. റബ്ബ് അള്ളയാണെന്ന് പരിചയപ്പെടുത്താൻ ഒരു പ്രവാചകനും വന്നിട്ടില്ല. കാരണം ഓരോ പ്രവാചകന്മാരും ഏത് സമുദായത്തിലേക്കാണോ വന്നത് ആ സമുദായക്കാർക്ക് റബ്ബ് അള്ളയാണെന്ന് അറിയാം, ഖാലിഖ് അള്ളയാണ്, മാലിക് അള്ളയാണ്, മുദബ്ബിർ അള്ളയാണെന്ന് അറിയാം. അതുകൊണ്ട് പ്രവാചകരെ, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന അല്ലാഹ്. നീ അവരോട് ആകാശവും ഭൂമിയും പടച്ചത് ആരെയും ചോദിച്ചാൽ അവരെ അല്ലാഹ് പറയും. അതല്ല അവർ ചോദിക്കേണ്ടത്. ഖുൽ അഫറൈതും മാ തദഊന മിൻ ദൂനില്ലാഹ് ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുർരി ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മത്തി ഖുൽ ഹസ്ബിയല്ലാഹ് ഫഅലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ. അതാണ് പറയേണ്ടത് പ്രവാചകരെ. അപ്പോൾ ഖുൽ അഫറൈതും മാ തദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹ്ക്ക് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരില്ലേ, ഇൻ അറാദനി
അല്ലാഹു ബിദുർരിൻ അൽഹുന്ന കാശിഫാതു ദുർരി, എനിക്ക് എന്തെങ്കിലും പ്രയാസം എന്റെ അല്ലാഹ് നിശ്ചയിച്ചാൽ ആ പ്രയാസം മാറ്റാൻ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് പറ്റോ? ഔ അറാദനി ബിറഹ്മത്തിൻ അൽഹുന്ന മുംസികാതു റഹ്മതി, എനിക്ക് എന്തെങ്കിലും റഹ്മത്ത് എന്റെ അല്ലാഹ് തരാൻ ഉദ്ദേശിച്ചാൽ അതിനെ പിടിച്ചു വെക്കാൻ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് പറ്റുമോ എന്ന് പോയി ചോദിക്കേ. ആകാശം ഭൂമി പഠിച്ചത് ആരാണ്, മയവർഷിപ്പിക്കുന്നത് ആരെന്ന് ചോദിക്കണ്ട, അത് അവർക്ക് അറിയും. അവർ പറയൂ അല്ലാഹ്. അത് ഒന്നാമത്തെ യാ അയ്യുഹൻ നാസിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹൻ നാസ് ഉഅ്ബുദൂ റബ്ബകുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅ وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. അറിഞ്ഞുകൊണ്ട് ശിർക്ക് വെക്കരുത്. അപ്പം ആകാശത്തെ പടച്ചവൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ, ഭൂമിയെ വിധാനിച്ചു തന്നവൻ അല്ലാഹുവാണെന്ന് നിങ്ങൾക്കറിയാം. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅ, ആകാശത്തെ മേൽക്കൂരയാക്കി തന്നവൻ അല്ലാഹുവാണെന്ന് നിങ്ങൾക്കറിയാം. വഅൻസല മിനസ് സമാഇ മാഅൻ, ആകാശത്തിൽ നിന്നും വെള്ളം വർഷിപ്പിക്കുന്നവനും മഴ വർഷിപ്പിക്കുന്നവനും ആ മഴയിലൂടെ ഭൂമിയിൽ സസ്യലതാദികളെ മുളപ്പിക്കുന്നവനും അല്ലാഹുവാണെന്ന് നിങ്ങൾക്കറിയാം. ഫലാ തജ്അലു ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രമാക്കരുത്, അല്ലാഹു അല്ലാത്തവർക്ക് ആക്കരുത് എന്ന്. റബ്ബ് അല്ലാഹുവാണെന്ന് നിങ്ങൾ എന്തിനാണ് ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് നൽകുന്നത് എന്ന്. അപ്പോൾ അല്ലാഹു മക്കത്തെ മുശ്രിക്ക് അല്ലാഹുവേ പറയുള്ളൂ. അതല്ല ചോദിക്കേണ്ടത് എന്താണ്? നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ കുറിച്ച്, അവരെ കുറിച്ചാണ് ചോദിക്കുന്നത്. അവർ എനിക്ക് എന്റെ റബ്ബ് എന്തെങ്കിലും ദോഷം വരുത്താൻ ഉദ്ദേശിച്ചാൽ ഇവർ അതിനെ മാറ്റിത്തരുമോ? എന്റെ അള്ളാഹു എനിക്ക് എന്തെങ്കിലും റഹ്മത്ത് ഉദ്ദേശിച്ചാൽ ഇവർ വിളിച്ചു വെക്കോ? മുഫസ്സിറുകൾ എഴുതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ചോദിച്ചു. അവർ പറഞ്ഞു ഇല്ല. ചില മുഫസ്സിറുകൾ എഴുതി സക്കത്തു, മക്കത്തെ മുശ്രിക്കുകൾ മിണ്ടാണ്ടിരുന്നു, ഒന്നും മറുപടി പറഞ്ഞില്ല. ചില മുഫസ്സിറുകൾ പറഞ്ഞു, അവർ പറഞ്ഞു ലാ തദ്ഫഉ ശൈഅൻ മിമ്മാ ഖദ്ദറല്ലാഹ്, അല്ലാഹ് കണക്കാക്കിയ ഒന്നിനെയും ഇവർക്ക് തട്ടിമാറ്റാൻ പറ്റുകയില്ല. മക്കത്തെ മുശ്രിക്കിന്റെ വിശ്വാസം അല്ലാഹ് തീരുമാനിച്ച ഒരു കാര്യത്തെ ലാത്തക്കും ഉസ്സക്കും മനാത്തക്കും ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് മക്കത്തെ മുശ്രിക്ക് റസൂലിനോട് മറുപടി പറഞ്ഞു എന്ന്. കാരണം മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസപ്രകാരം അവർ ആർക്കാണോ ഇബാദത്ത് ചെയ്തത് അവരാരും തന്നെ സ്വയം കഴിവുള്ളവനാണെന്നോ സ്വയം പര്യാപ്തനാണെന്നോ സ്രഷ്ടാവാണെന്നോ വിശ്വാസം അവർക്കുണ്ടായിരുന്നില്ല. ലാത്ത സ്രഷ്ടാവാണെന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉസ്സ, മനാത്ത, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി പോലുള്ള അവർ ആരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നോ അവരാരും തന്നെ സ്രഷ്ടാവാണെന്ന് മക്കത്തെ മുശ്രിക്ക് വിശ്വസിച്ചിരുന്നില്ല. മറിച്ച് അള്ളാഹുവിന്റെ സൃഷ്ടികളാണെന്നാണ് അവരെ സംബന്ധിച്ചിട്ട് അവർ വിശ്വസിച്ചത്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറയുന്ന ഒരു ഹദീസിൽ അത് വ്യക്തമാണ്. മക്കയിലെ മുശ്രിക്കുകൾ കഅബയിൽ വന്ന് തവാഫ് ചെയ്യും അല്ലെ? മക്കത്തെ മുശ്രിക്ക് തവാഫ് ചെയ്യുന്ന ആളാണ്. തവാഫ് എന്ന ഇബാദത്ത് അറിയാം. നമ്മുടെ സമസ്തക്കാർ APK സമസ്തക്കാർ പറയും മക്കത്തെ മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഹിന്ദുക്കളെ പോലെ ദീനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ്, ഏതോ മതക്കാരാണ്. അല്ല, ഷെയ്ഖ് ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ കശ്ഫ് ശുബഹാ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, നിസ്കരിക്കുന്നവരാണ്, നോമ്പ് നോക്കുന്നവരാണ്, ഹജ്ജ് ചെയ്യുന്നവരാണ്, തവാഫ് ചെയ്യുന്നവരാണ്, എല്ലാം ചെയ്യുന്നവരാണ്. അള്ളാഹ് അറിയുന്ന സമൂഹമാണ് അവർ. അള്ളാഹ് റബ്ബാണ് അംഗീകരിച്ചവരാണ് അവർ. അവർ കഅബയിൽ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദിക്ർ ചൊല്ലും, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക്. നമ്മളൊക്കെ ഹജ്ജ് പോയാൽ ചെയ്യുന്ന തൽബിയത്ത് അതിലും ചെല്ലും. ഇപ്പൊ റസൂൽ ഇങ്ങനെ വന്നിട്ടുണ്ടാവും മക്കത്തെ മുശ്രിക്ക് അബൂ ജഹൽ, ഉത്ബത്ത്, ശൈബത്ത് പോലുള്ള ആൾക്കാരൊക്കെ തവാഫ് ചെയ്യുന്നു. തവാഫ് ചെയ്യുന്ന ചില ദിക്ർ എന്താണ്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹ് നിന്റെ വിളിക്കുത്തരം. ഇബ്രാഹിം വിളിച്ച വിളിക്കുത്തരം ആരാണ്? അബൂ ജഹൽ ദിക്റല്ലാണ് തവാഫ് ചെയ്തുകൊണ്ട് കഅബയിൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പറയുമ്പോൾ റസൂൽ പറയും ഖദ് ഖദ് മതി മതി. ഖദ് ഖദ് എന്നുകൊണ്ട് ഖദിൻ രണ്ടും പറയാം. മതി മതി നിർത്തി, അത്ര മതി എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോഴേക്കും മക്കത്തെ മുശ്രിക്ക് അടുത്ത് പറയും ഇല്ലാ ശരീകൻ ഹുവ ലക തംലികു ഹുവ മാ മലക, എന്നാൽ നിനക്കൊരു പങ്കാളിയുണ്ട്, ആ പങ്കാളി നിന്റേതാണ്, ആ പങ്കാളിയുടേതും നിന്റേതാണ്. പങ്കാളി നിന്നെ പോലെയല്ല, നിന്റെ മഹ്ലൂക്കാണ്.
എന്ന് ആ മഖ്ലൂഖ് നിന്റെ പങ്കാളിയാണ്. ഇല്ല ശരീക്കൻ ഹുവ ലക, ആ ശരീക്ക് നിന്റേതാണ്, വമാ മലക, ആ ശരീക്ക് ഉൾപ്പെടുത്തുന്നതും നിന്റേതാണ് എന്നും കൂടി തക്ബീറുകൾ കൂട്ടിച്ചെല്ലും. അപ്പോൾ മക്കത്തെ മുശ്രിക്കുകൾ അവരുടെ ആരാധ്യന്മാരെ, അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന മഹാന്മാരെ അള്ളാഹിനെ പോലെ അള്ളയാണെന്ന് വിശ്വസിച്ചിട്ടില്ല, സ്രഷ്ടാവാണ് വിശ്വസിച്ചിട്ടില്ല, സ്വയം കൈകൊള്ളുവാനാണ് വിശ്വസിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്തത്? അള്ളാഹിനെ പോലെ അല്ല അല്ലെങ്കിൽ, സൃഷ്ടാവല്ലെങ്കിൽ, റാസിക്കല്ലെങ്കിൽ, മാലിക്കല്ലെങ്കിൽ, സ്വയം കൈകൊള്ളുവരല്ലെങ്കിൽ, സ്വയം പര്യാപ്തനല്ലെങ്കിൽ, പിന്നെന്തിന് സ്വയം കഴിവില്ലാത്ത, സ്വയം പര്യാപ്തനല്ലാത്ത, സൃഷ്ടാവല്ലാത്ത ഈ മഖ്ലൂഖുകൾക്ക് മക്കത്തെ മുശ്രിക്ക് ഇബാദത്ത് ചെയ്തു, അവരെ വിളിച്ച് പ്രാർത്ഥിച്ചു, അവർക്ക് തവാഫ് ചെയ്തു, അവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ നടത്തി, അവരുടെ പേരിൽ മൂസ് നടത്തി? എന്തിനാ? ആ മറുപടി ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതാണ്, ആ അമലാണ് മക്കത്തെ മുശ്രിക്കിനെ മുശ്രിക്കാക്കിയത്. രണ്ട് വാദങ്ങളായിരുന്നു മക്കയിലെ മുശ്രിക്ക് ഉണ്ടായിരുന്നത്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ നടത്താൻ, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ഊസ് നടത്താൻ രണ്ട് വാദം. ഇബാദത്ത് നടന്ന അല്ലാഹ് മാത്രമാണ് എന്ന് പറയുമ്പോൾ ഉന്നയിച്ച രണ്ട് വാദം. ഒന്നാമത്തെ വാദം എന്താണ്? അള്ളാഹുവിന്റെ അടുക്കൽ സാമീപ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ അടുക്കൽ സാമീപ്യം കിട്ടാൻ ഇവർ നമുക്ക് അള്ളാഹുവിന്റെ സാമീപ്യം നേടിത്തരും. നമ്മൾ ഇവരോട് പറഞ്ഞാൽ ഇവരെന്തെയും അള്ളാഹുവിൽ നിന്നും നമുക്ക് സാമീപ്യം നേടിത്തരും. അള്ളാഹുവെ അടുത്ത ആളാണ്, നീ സ്വീകരിക്കണം എന്ന് ഇവര് പറയും. അത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ. അല്ലാഹുവിന് പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവർ, വലിയകളെ സ്വീകരിച്ചവർ അവര് പറയും, മാ നഅബുദുഹും ഇല്ലാ ലിയുകദ്ദിമൂനാ ഇലല്ലാഹി സുൽഫാ. നാം ഇവർക്ക് ഇബാദത്ത് നൽകുന്നത് ഇവർ സത്യമായതുകൊണ്ടല്ല, സ്വയം കൈവിട്ടവനായതുകൊണ്ടല്ല, സ്വയം പര്യാപ്തനായതുകൊണ്ടല്ല, അള്ളാഹുവിനെ പോലത്തെ ഔലിയായതുകൊണ്ട് ഒന്നുമല്ല. പിന്നെയോ ലിയുകദ്ദിമൂനാ ഇലല്ലാഹി സുൽഫാ, അള്ളാഹിലേക്ക് നമ്മളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹ് തന്നെയാണ് ഇലാഹുൽ അഅ്ലം, ഏറ്റവും വലിയ ഇലാഹ് അള്ളാഹ് തന്നെയാണ്. ആ അള്ളാഹിലേക്ക് അടുക്കാൻ നേരിട്ട് നമുക്ക് പറ്റൂല. ഈ മഹാന്മാര് വഴിയേ നമുക്ക് അള്ളാഹിലേക്ക് അടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ പാപികളാണ്, ദോഷികളാണ്. നേരിട്ട് അള്ളാഹുമായി ബന്ധപ്പെടാനുള്ള കഴിവും അർഹതയൊന്നും നമുക്കില്ല. ഈ മഹാന്മാരെ സമീപിച്ചുകൊണ്ട് ഈ മഹാന്മാരിൽ ഇബാദത്ത് ചെയ്ത മുശ്രിക്കിലായാൽ ഇവരിലൂടെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. മാ നഅബുദുഹും ഇല്ലാ ലിയുകദ്ദിമൂ, ഈ കൂട്ടർ നമ്മൾ അടുപ്പിക്കാൻ, ഇലല്ലാഹ്, അള്ളാഹുലേക്ക് സുൽഫൻ, അടുപ്പിക്കൽ, അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ. മക്കത്തെ മുശ്രിക്ക് ചെയ്ത തവസ്സുലാണിത്, ശിർക്കൻ തവസ്സുൽ. എന്താണ്? അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി മഹാന്മാരെ അടയാളമാക്കി. ഇന്നത്തെ മുശ്രിക്കുകളുണ്ട്, ദർഗ പൂജക്കാർ, മരിച്ചുപോയവരുടെ കബറുകളെ ദർഗകളാക്കി കെട്ടിപ്പൊക്കി അവർക്ക് ഇബാദത്ത് ചെയ്യുന്ന ഇന്നത്തെ മുശ്രിക്കുകൾ അവര് നേരെ തിരിച്ചാണ്. മഹാന്മാരിലേക്ക് അടുക്കാൻ വേണ്ടി അള്ളാഹ് അടയാളമാക്കാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൊയ്തീന്മാരെ വഴിയൊക്കെ മൊയ്തീന്മാർ എന്താണ്? അള്ളാഹുവേ മൊയ്തീൻ ഷഹീന് സംരക്ഷണം നീ നമുക്ക് തരണേ. ആരെ അടയാളമാക്കുന്ന? അള്ളാഹ്. പണ്ടത്തെ മുശ്രിക്കോ, മക്കത്തെ മുശ്രിക്ക് എന്താണ്? ലാത്താ ഹുസേ, അള്ളാഹിലേക്ക് നമ്മൾ അടുപ്പിക്കണേ എന്നാ. ഇപ്പോഴത്തെ മുശ്രിക്കുകൾ എന്താണ്? അള്ളാഹുവേ മൊയ്തീൻ ഷഹീഖിലേക്ക് നീ നമ്മൾ അടുപ്പിക്കണേ. ആരുടെ ശിർക്കാണ് ഏറ്റവും വലുത്? ഇപ്പോഴത്തെ ആൾക്കാരുടെ ശിർക്കാണോ വലുത്? അബൂജഹലിന്റെ ഉത്ബത്തിന്റെ ശിർക്കാണോ വലുത്? ഇൻഷാ അല്ലാഹ് നാലാമത്തെ കാര്യത്തിൽ അത് പറയുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ കായിക. ഒന്നാമത്തെ കാര്യം, മക്കത്തെ മുശ്രിക്കുകൾ അല്ലാഹു അല്ലാത്ത ഇബാദത്ത് ചെയ്യാൻ അവർക്കുള്ള ന്യായം എന്താണ്? ഈ മഹാന്മാർ, മരിച്ചുപോയ മഹത്തുക്കൾ, അവർ നമ്മളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കും എന്നതാണ്. അല്ലാഹു പറഞ്ഞ ഖുർആനിൽ എന്തിനാണ് ഇബാദത്ത് ചെയ്തത്? ലിയുകദ്ദിമൂനാ ഇലല്ലാഹി സുൽഫാ. രണ്ടാമത്തെ ഇവരുടെ ന്യായം, അള്ളാഹു ആണ് ഖാലിഖ്, റാസിഖ്, മുദബ്ബിർ എന്നെല്ലാം അംഗീകരിച്ചിട്ടും ഖാലിഖല്ല, മുദബ്ബിറല്ല, മാലിക്കല്ല, സ്വയം കഴിവില്ല, സ്വയം പര്യാപ്തരല്ല എന്നല്ല, അള്ളാന്റെ അടിമകളാണ് എന്ന് വിശ്വസിച്ചിട്ടും അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് നൽകാൻ ഇവരെ പ്രേരിപ്പിച്ച രണ്ടാമത്തെ ന്യായം, ഇവർ അള്ളാഹിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. മഹാന്മാരാണ്, മഹത്തുക്കളാണ്, ഇവർ അള്ളാഹിനോട് നമ്മൾക്ക് ശുപാർശ ചെയ്യും. അള്ളാഹുവെ എന്റെ അടുത്ത ആളാണ്, എന്റെ മുരീദാണ്, സ്വർഗത്തിലാക്കണം, അല്ലെ ഇവനെ എന്റെ അടുത്ത ആളാണ്, എന്റെ കൂടെ സ്വർഗത്തുള്ള ആളാണ്, എന്റെ പാവനെ പുറത്തു കൊടുക്കണം എന്ന് അള്ളാഹുവിന്റെ അടുക്കൽ
നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. അതാണ് നമ്മൾ ഇവർക്ക് ബാധിക്കുക. അല്ലാണ്ട് ഇവരെ ഹാനിക്കായതുകൊണ്ടൊന്നുമല്ല, ഇവർ മാനിക്കായതുകൊണ്ടൊന്നുമല്ല, ഇവർ സ്വയം കേൾക്കുന്ന ഓരോ സൃഷ്ടാവോ ഒരു വിശ്വാസവും പക്കത്തെ മുശ്രിക്കിനില്ല. മറിച്ച് ഇവരൊക്കെ അള്ളാന്റെ സൃഷ്ടികളാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ എന്തിനാണ് അള്ളാഹിനെ കുറിച്ച് പ്രാർത്ഥിക്കുന്നത്? പിന്നെ എന്തിനാണ് കബർ കെട്ടി വെറുകയാക്കുന്നത്? പിന്നെ എന്തിനാണ് ഉറൂസ് നടത്തുന്നത്? മക്കത്തെ മുശ്രിക്ക് അബൂജഹൽ ഷൈബത്ത് പറയും, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നമുക്ക് ഇവർ ശഫാഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു പറഞ്ഞു, അള്ളാഹ് പറഞ്ഞു മക്കത്തെ മുശ്രിക്കുകൾ അള്ളാഹ്ക്ക് പുറമെ അവർ ഇബാദത്ത് ചെയ്യുന്നു, അവർക്ക് ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാത്തവർ. ഒരു ഉപകാരവും ഉപദ്രവവും അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് ചെയ്യാൻ പറ്റുകയില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്തിട്ടില്ല എങ്കിൽ ഉപദ്രവിക്കാത്ത, ഇബാദത്ത് ചെയ്തു എന്നതുകൊണ്ട് ഉപകാരവും ചെയ്യാത്ത മരിച്ചുപോയ ആൾക്കാരെയാണ് ഇവർ ഇബാദത്ത് ചെയ്യുന്നത്. എന്തിനാ ഇബാദത്ത് ചെയ്യുന്നത്? ഇക്കൂട്ടർ അള്ളാഹിന്റെ അടുക്കൽ നമ്മുടെ ശുപാർശകരാണ്. നമ്മൾ ഇവർക്ക് ഇബാദത്ത് ചെയ്യുന്നത് എന്തിനാണ്? ഇവർ നാളെ അള്ളാഹിനോട് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യും. അള്ളാഹുവേ എന്റെ മുരീദാണ് രക്ഷിക്കടുത്ത് പറയും. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മക്കയിലെ മുശ്രിക്ക് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചത്. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി മക്കത്തെ മുശ്രിക്ക് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചതിനെയാണ് അള്ളാഹു ശിർക്ക് എന്ന് പറഞ്ഞത്, അവർ മുശ്രിക്കുകൾ എന്ന് പറഞ്ഞത്, അവർ കാലാകാലം നരകത്തിൽ എന്ന് പറഞ്ഞത്. ഈ അമല് ചെയ്തതിനാണ് സകല കർമ്മങ്ങളും ബാത്തിലാകുമെന്ന് പറഞ്ഞത്, മരിച്ചാൽ അള്ളാഹ് പൊറുത്തില്ല എന്ന് പറഞ്ഞത്. എന്താണ് അവിടെ വാദം? നമ്മൾ ഈ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, ഈ മഹാന്മാർക്ക് നേർച്ച വഴിപാടുകൾ നടത്തുന്നത്, ഈ മഹാന്മാരുടെ പേരിൽ ഉറൂസ് നടത്തുന്നത്, ഈ മഹാന്മാർ അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കാൻ വേണ്ടിയും അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടിയുമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ മക്കയിലെ മുശ്രിക്കുകൾ എന്താണോ പറഞ്ഞത് അതേ വാദം പറയുന്നു ഇന്ന് ദർഗകൾ കൊണ്ട് നടക്കുന്ന ആൾക്കാർ. അള്ളാഹു മക്കയിലെ മുശ്രിക്കിനെ മുശ്രിക്കെന്ന് വിളിച്ചു, എന്നാൽ ഇന്നും നമുക്ക് അതേ അമൽ ചെയ്യുന്നവരെ മുശ്രിക്കിനെ വിളിക്കാൻ പറ്റുന്നില്ല. ഇതൊരു വിരോധാഭാസം. അന്ന് മക്കത്ത് മുശ്രിക്ക് ചെയ്ത അതേ പ്രവൃത്തിയാണ് ഇന്നാരും ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലുള്ള ദർഗ പൂജകർ, ഖബറാരാധകർ, ഒരു വ്യത്യാസമില്ല, ഒരു വ്യത്യാസമില്ല. മക്കത്ത് മുശ്രിക്ക് ചെയ്യാത്ത ഒരു പുതിയ വാദം, ഈ രണ്ട് വാദത്തോടൊപ്പം നമ്മുടെ നാട്ടിലുള്ള APK സമസ്തക്കാർ, കുബൂരികൾ, ഖബറാരാധകർ എടുത്തു പറയാറുണ്ട്. ഈ രണ്ടും പറയും. നിങ്ങൾ ഏത് സമസ്തക്കാരത്ത് പോയി ചോദിച്ചോ, ദർഗ പൂജിക്കുന്ന ഏത് സമസ്തക്കാരന്റെ അടുത്ത് പോയി, ഏത് APക്കാരനാകട്ടെ ഈക്കാരനാകട്ടെ പോയി ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ദർഗയിൽ പൂജിച്ചാൽ, ഒന്നാമത്തെ വാദം അള്ളാഹുലേക്ക് ഈ മഹാൻ നമ്മൾ അടുപ്പിക്കണം. അള്ളാഹ് മക്കത്തെ മുശ്രിക്കിന്റെ വാദമായി പറഞ്ഞു. രണ്ടാമത്തെ സമസ്തക്കാരെ പറയും ഈ മഹാൻ നമ്മുടെ അള്ളാഹുന്റെ അടുക്കൽ നമുക്ക് ശുപാർശ ചെയ്യും. ഈ രണ്ടും പറയാത്ത ഒരു സമസ്തക്കാരനെ ഈ ഭൂമിയിൽ ജീവിച്ചവരായിരിക്കും കാണാൻ പറ്റൂല. നിങ്ങൾക്ക് പരിചയമുള്ള ഏത് സമസ്തക്കാരത്ത് പോയി ചോദിച്ചാലും മക്കത്തെ മുശ്രിക്ക് പറഞ്ഞ ഈ രണ്ട് വാദം പറയാത്ത ഒരു സമസ്തക്കാരനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എന്തിനാണ് നിങ്ങൾ ഈ ദർഗയിൽ പോകുന്നത്? എന്തിനാണ് മൊയ്തി ഷേഖിനെ വിളിക്കുന്നത്? എന്തിനാണ് മമ്പൂർത്തനെ വിളിക്കുന്നത്? എന്തിനാണ് മൂന്നവറ്റുമ്പയെ, മുനമ്പത്ത് ബിബിയെ, ഒസറുപ്പാപ്പനെ, വേഗപ്പാപ്പനെ പോലുള്ള ഈ കാണുന്ന ഉലിയാക്കളെ വിളിക്കുന്നത് ചോദിച്ചാൽ ഈ രണ്ട് വാദം പറയാത്ത ഒരു സമസ്തക്കാരുണ്ടവരെ ഇതല്ലാത്തതും പറയും. ഈ രണ്ട് വാദം എന്തായാലും പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ രണ്ട് വാദം പറയുന്നവനാണ് എങ്കിൽ അള്ളാഹുവിന്റെ വിധിപ്രകാരമോ മുശ്രിക്കാൻ. കാരണം ഈ രണ്ട് വാദം പറഞ്ഞ മുശ്രിക്കുകൾ അള്ളാഹു മുശ്രിക്ക് എന്ന് വിളിച്ചു, മക്കയിലെ ഖുറൈശികളെ അള്ളാഹു മുശ്രിക്ക് എന്ന് വിളിച്ചു. ഇത് രണ്ടും കൂടാണ്ട് മൂന്നാമതൊരു വാദം കൂടി നമ്മുടെ നാട്ടുകാരെ പറയാറുണ്ട്. എന്താ അറിയോ? നമ്മൾ അവരോട് ചോദിക്കുന്നത് അള്ളാഹ് കൊടുത്ത കഴിവിൽ നിന്നുമാണ്. ഇവർക്ക് അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ രണ്ട് വാദം മുശ്രിക്കിൻ്റെതാകുമ്പോൾ അള്ളാഹിനോട് ചോദിക്കുന്ന അതേ ചോദ്യങ്ങൾ അള്ളാഹു അല്ലാത്തവർ ചോദിക്കുമ്പോൾ ഇത് അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളല്ലേ? നിങ്ങൾ എന്തിനാണ് മരിച്ചവരോട് ചോദിക്കുന്നത്? മരിച്ചവർക്ക് എന്തെങ്കിലും കഴിയോ? ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ എല്ലാ കർമ്മങ്ങളും മുറിഞ്ഞുപോയി, ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ? മക്കത്തെ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ വിമർശിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞത് അവർ മരിച്ചവരാണ്, ജീവനുള്ളവരല്ല എന്നല്ലേ. മരിച്ചവർ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ശരിയാവുമോ എന്ന് പറയുമ്പോൾ അവർ പറയും നമ്മൾ ഈ മഹാന്മാരോട് ചോദിക്കുന്നത് അള്ളാഹ് കൊടുത്ത കഴിവിൽ നിന്നുമാണ്.
മക്കത്ത് മുശ്രിക്ക് ഓർത്തില്ല. മക്കത്ത് മുശ്രിക്ക് ലാത്തനെ കുറിച്ചോ ഉസയെ കുറിച്ചോ മനാത്തയെ കുറിച്ചോ ഇബ്രാഹിം നബിയെ കുറിച്ചോ ഇസ്മായിൽ നബിയെ കുറിച്ചോ അള്ളാഹ് കൊടുത്ത കഴിവെന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ കഴിവുകൾ ഇവർക്ക് അള്ളാഹ് കൊടുത്തു എന്ന് വാദിക്കുന്നിടത്തേക്ക് എത്തി. അതിനെയും അള്ളാഹുവിനെ ഗണ്ണിച്ചിട്ടുണ്ട്. എന്നാൽ ചില മുശ്രിക്കുകളുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ് എന്ന് ഇമാം റാസി തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹ് അന്ന് ആൾക്കാർക്ക് കഴിവുകൾ കൊടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിച്ച് ചെയ്യുന്നത് പോലെയുണ്ട് ഇവരുടെ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ കാണുമ്പോൾ അള്ളാഹു അങ്ങനത്തെ ഒരു കഴിവ് ആർക്കും കൊടുത്തിട്ടില്ല. അത് അള്ളാഹു എതിർത്തിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു നബിയെ പറ, അള്ളാഹ്ക്ക് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടാൻ അർഹരാണെന്ന് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ സഹായം തേടുന്ന നടത്തുന്ന ആൾക്കാരുണ്ടല്ലോ, ലാത്ത, ഉസ്സ, മനാത്ത, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി പോലുള്ള ഒരുപാട് ആൾക്കാർ. അവരെ വിളിക്കുക, അവർക്ക് പറ്റുമോ നോക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ പ്രയാസം നീക്കാൻ, ബുദ്ധിമുട്ടുണ്ടായ ബുദ്ധിമുട്ട് നീക്കാൻ പറ്റുമോ ചോദിക്കുക. അങ്ങനത്തെ ഒരു കഴിവ് അവർക്കില്ല. അങ്ങനത്തെ ഒരു കഴിവ് അവർ ഉടമപ്പെടുത്തുന്നില്ല. അവർ ഉടമപ്പെടുത്തുന്നില്ല. നിങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ നീക്കുക എന്നുള്ളത് അവർ ഉടമപ്പെടുത്തുന്നില്ല. ഇല്ലാണ്ടാക്കാനും പറ്റുകയില്ല, അതിനെ വേറെ ആരിലേക്ക് മാറ്റാനും അവർക്ക് പറ്റുകയില്ല. ആ കഴിവ് അള്ളാഹു കൊടുത്തിട്ടില്ല. മറ്റൊരാൾക്ക് അള്ളാഹു പറഞ്ഞു, എന്ന് പറയും. അള്ളാഹ്ക്ക് പുറമെ ഇങ്ങനെ വിളിച്ചുപെടുത്തുന്ന ആൾക്കാരുണ്ടല്ലോ, ഒരു സഹായം തേടുന്ന, ബുദ്ധിമുട്ട് നീക്കുന്ന, പ്രശ്നങ്ങൾ വന്നാൽ പരിഹരിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. അവരെ വിളിക്കാൻ വേണ്ടി പറയും. അവരെന്തെങ്കിലും ഈ ഭൂമിയിലോ ആകാശത്തിലോ ഉൾപ്പെടുന്നു നോക്കട്ടെ. ആകാശത്തിലോ ഭൂമിയിലോ ആണുമണി ചെറിയൊരു കഷ്ടം പോലും അവരുടെ ഉൾപ്പെടുത്തുന്നില്ല. ആകാശത്തിലും ഭൂമിയിലും ഈ വിഷയത്തിൽ അള്ളാഹുവിന് യാതൊരു പങ്കാളിയുമില്ല. ഈ അള്ളാഹു അല്ലാതെ ഇവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് ആകാശത്തിലോ ഭൂമിയിലോ ഒരു പാർട്ണർഷിപ്പും ഇല്ല. ഒരു വിഷയത്തിലും അവർക്ക് അള്ളാഹുവിനോട് പാർട്ണർഷിപ്പ് ഇല്ല. ഈ പറയപ്പെടുന്ന ആരും തന്നെ അള്ളാഹുടെ സഹായിയുമല്ല. അത് ആരെയും സഹായിയാക്കിയിട്ടൊന്നുമില്ല. നിന്നെ ഞാൻ കുറച്ച് കഴിവ് നയിപ്പിച്ചിട്ടുണ്ട്, നീ സഹായിച്ചോ എന്ന് പറഞ്ഞിട്ട് അള്ളാഹു അങ്ങനെ ഒരാളെയും സഹായിയായി നിശ്ചയിച്ചിട്ടുമില്ല എന്ന് ഖുർആനിൽ അള്ളാഹു പറയാം. അങ്ങനത്തെ ഒരു കഴിവ് അള്ളാഹു ആർക്കും കൊടുത്തിട്ടില്ല. നിനക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഭവിക്കണമെന്ന് ബാധിക്കണമെന്ന് അള്ളാഹ് തീരുമാനിച്ചാൽ ആ പ്രയാസത്തെ അള്ളാഹ്ക്കല്ലാതെ നീക്കാൻ പറ്റുകയില്ല. നിനക്ക് എന്തെങ്കിലും നന്മ ഉണ്ടാകണമെന്ന് അള്ളാഹ് തീരുമാനിച്ചാൽ ആ നന്മയെ നീക്കാൻ, അള്ളാഹുവിന്റെ ഔദാര്യത്തെ ഇല്ലാണ്ടാക്കാൻ ഒരാൾക്കും പറ്റുകയില്ല. അള്ളാഹു നിനക്കൊരു ഷർറ് ഉദ്ദേശിച്ചാൽ ആ ഷർറ് നീക്കാൻ ആർക്കും പറ്റൂല. അള്ളാഹു നിനക്കൊരു ഖൈർ ഉദ്ദേശിച്ചാൽ ആ ഖൈറിനെ തടഞ്ഞു വെക്കാൻ ആർക്കും പറ്റൂല. അള്ളാഹു അടിവലിട്ട് പഠിപ്പിച്ച കാര്യം സമസ്തക്കാര് പറയാൻ അള്ളാഹ് കൊടുത്ത കയ്യിൽ നിന്നുമാണ് നമ്മൾ ചോദിക്കുന്നത്. ബുദ്ധിമുട്ടുണ്ടായാൽ, പ്രയാസങ്ങൾ ഉണ്ടായാൽ, രോഗം വന്നാൽ, മക്കളില്ലെങ്കിൽ, കടം വീടാ പറ്റാണ്ടായാൽ മക്കത്തെ മുശ്രിക്ക് അടുത്ത് പോകും. ഈ ലാത്ത, ഉസ്സ, മനാത്ത പോലാക്കത്തേക്ക് പോകും. നമ്മുടെ നാട്ടിലുള്ള സംസ്ഥക്കാരോ മൊയ്തീഷക്കിനെ വിളിക്കും, CM മടവൂര് വിളിക്കും, അല്ലെ? രോഗം മാറ്റുന്നത് CM മടവൂര്, മക്കളെ തരുന്നവൻ CM മടവൂര്, ആണിനെ പെണ്ണാക്കുന്നവൻ, പെണ്ണിനെ ആണാക്കുന്നവൻ CM മടവൂര്, രോഗം വന്നാൽ രോഗം ശിഫയാക്കുന്ന CM മടവൂര്, മഴ വർഷിപ്പിക്കുന്നവൻ CM മടവൂര് എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സംസ്ഥക്കാർ വിശ്വസിക്കുന്നത്. മഹാന്മാരായവർ ഇവർ എവിടെയൊക്കെ ദർഗകൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ ആ ദർഗയിൽ ആളുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ആ ദർഗയിൽ പോയാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണെന്ന് സമസ്തക്കാരായ മുസ്ലിയാക്കന്മാർ സാധാരണക്കാരെ പറഞ്ഞു പറ്റിച്ചു. അള്ളാഹ് കൊടുത്ത കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു കഴിവ് കൊടുത്തിട്ടില്ല. രണ്ട് കാര്യങ്ങളാണ് അതുകൊണ്ട് ഉണ്ടാകുന്നത്. അള്ളാഹ് കൊടുത്ത കഴിവ് എന്ന് പറയുമ്പോൾ ഒന്ന് അള്ളാഹിന്റെ മേൽ കള്ളം ആരോപിക്കലാണ്. അള്ളാഹിനേക്കാൾ, അള്ളാഹുവിന്റെ മേൽ കള്ളം ആരോപിക്കുന്നവനേക്കാൾ ദുൽമ ചെയ്യുന്ന മറ്റാരുണ്ട് എന്ന് കള്ളം പറയാം. എവിടെയാണ് അള്ളാഹ് പറഞ്ഞത്?
ഇന്ന് ആ കഴിവ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പല സമസ്ത മുസ്ലിം ചോദിച്ചിട്ടുണ്ട്, അള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? ഏതെല്ലാം മഹാന്മാർക്ക് കൊടുക്കും എന്നുള്ള അവിടെ പറഞ്ഞിട്ടോ? ഇനി കൊടുത്ത കഴിവുകൾ എന്തൊക്കെ നമുക്ക് ചോദിക്കണമെങ്കിൽ അത് ഇന്ന് കഴിവ് കൊടുത്തെന്ന് അറിയണ്ടേ? ആ കഴിവ് അള്ള കൊടുക്കാതെ ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ കൊടുത്തത് ഏതൊക്കെയെന്ന് അറിയണ്ടേ? അതിന് ഇഷ്ടമുണ്ടോ? ഇന്ന് കഴിവുകൾ മഹാന്മാർ കൊടുത്തിട്ടുണ്ട്, അതിൽ എന്തും ചോദിച്ചോ. അള്ളാഹ്ക്ക് പറ്റുന്നത് എല്ലാ മഹാന്മാർക്ക് പറ്റും. അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ടോ? ഒരു സംസ്ഥാന മുസ്ലിം ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. കള്ളവാദം അണികളെ പിടിച്ചു നിർത്താൻ മക്കത്തെ മുശ്രിക്കിന്റെ വാദമാണ് അള്ളാഹെ കടിപ്പിക്കലും ഷഫാത്തെ തെളിയുന്നപ്പോൾ മൂന്നാമത്തെ ഒരു വാദം അവർ കൊണ്ടുവന്നാണ്. അതും ഖുർആനിൽ ഗണ്ണനുണ്ട്. അള്ള കൊടുത്ത കഴിവിന് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഏത് കഴിവാണ് കൊടുത്തത്? ആർക്കൊക്കെ കൊടുത്തത്? ആ കഴിവിന്റെ അളവ് എത്രയാണ്? എന്ത് ചോദിക്കാൻ പറ്റുമോ? മറുപടി ഉണ്ടായിരുന്നില്ല. വലിയ ശിർക്കിൽ നമ്മുടെ ആൾക്കാർ ചെന്ന് പോകുന്നു. അള്ളാഹു കാക്കട്ടെ. والشفاعة شفاعتان، شفاعة منفية وشفاعة مثبتة. فالشفاعة المنفية ما كانت تطلب من غير الله فيما لا يقدر عليه إلا الله، والدليل قوله تعالى: يا أيها الذين آمنوا أنفقوا مما رزقناكم من قبل أن يأتي يوم لا بيع فيه ولا خلة ولا شفاعة والكافرون هم الظالمون. والشفاعة المثبتة هي التي تطلب من الله، والشافع مكرم بالشفاعة، والمشفوع له من رضي الله قوله وعمله بعد الإذن، كما قال تعالى: من ذا الذي يشفع عنده إلا بإذنه. ഷഫാഅത്തുമായി ബന്ധപ്പെട്ട ഇൽമു നൽകാം. അതായത് മക്കത്തെ മുശ്രിക്കുകൾ ഷിർക്ക് ചെയ്തത്, മക്കത്തെ മുശ്രിക്കിന് സംഭവിച്ച ഷിർക്ക്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചു, അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹുവിന് അവകാശപ്പെട്ട ഇബാദത്ത് നൽകി എന്നതാണ്. ആ ഇബാദത്ത് എന്തിന് അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്നു? അള്ളയല്ലേ റബ്ബ് എന്ന് ചോദിക്കുമ്പോൾ മക്കത്തെ മുശ്രിക്ക് പറഞ്ഞ രണ്ട് മറുപടികൾ. ഒന്ന്, അള്ളാഹുവിനെ കടുപ്പിക്കാൻ വേണ്ടിയാണ്. അത് അള്ളാഹു ഖുർആനിലൂടെ തന്നെ ഖണ്ഡിച്ചു. അള്ളാഹുവിനെ കടുപ്പിക്കാൻ വേണ്ടി അള്ളാഹു അല്ലാത്തവരെ അടയാളന്മാരാക്കി അവരോട് ചോദിക്കുക എന്നത് കുഫ്റാണ്. നമ്മൾ നവാബ് ഇസ്ലാമിനെ വിശദമായി പറഞ്ഞിരുന്നു. അതുകൊണ്ട് അതിലേക്ക് കടക്കാത്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ നവാബ് ഇസ്ലാമിന്റെ ഷറഹിന് പറഞ്ഞു: മൻ ജഅല ബൈനഹു വബൈന അല്ലാഹി വസായിത യദ്ഉഹു വയസ്അലുഹു ശഫാഅത വയതവക്കലു അലൈഹി കഫറ ഇജ്മാഅൻ. അവൻ കാഫിറാണ്. അള്ളാഹിനെ കടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെയും തന്റെയും ഇടയിൽ ഒരാൾ ഇടയാളൻ നിശ്ചയിക്കുകയും ആ ഇടയാളിനോട് ചോദിക്കുകയും ആ ഇടയാളിന്റെ മേൽ പരമേൽപ്പിക്കുകയും ആ ഇടയാളിനോട് ശഫാഅത്ത് തേടുകയും ചെയ്യുന്നു എന്നത് കുഫ്റാണ്. കുഫ്റാണ് എന്നാണ് തെളിവിക്കായത്താണ്. എന്താണ് അള്ളാഹ് പറഞ്ഞത്? മക്കത്തെ മുശ്രിക്കുകൾ പറയുന്നു: മാ നഅബുദുഹു ഇല്ലാ യുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മരിച്ചുപോയവരെ സമീപിക്കുന്നത് എന്നാണ്. അതിന് അള്ളാഹു പറഞ്ഞു: ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ. അവർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുള്ള വിഷയത്തിൽ അള്ളാഹു വിധി തീർപ്പ് കൽപ്പിക്കും. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബ്. കള്ളനെ അള്ളാഹു ഹിദായത്തിലാക്കൂല. അപ്പോൾ അള്ളാഹുവിന്റെ ഇടയിൽ ഒരു ഇടയാളൻ വേണം എന്നത് കളവാണ്. അള്ളാഹു പറയാണ്: ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബ്. അങ്ങനെ ഇടയാളന്മാരെ നിശ്ചയിച്ച് അവരോട് ചോദിക്കൽ കുഫ്റാണ്, കഫാർ. രണ്ട് കാര്യം പറഞ്ഞു: ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ. അങ്ങനെ ഇടയാളൻ വേണമെന്നത് കളവാണ്. ഇടയാളനെ നിശ്ചയിച്ച് അവരോട് ചോദിക്കുക എന്നത് കുഫ്റാണ്. അല്ലാഹു ആയത്തന്നെ പറഞ്ഞു: ഇന്നല്ലാഹ ലാ യഹ്ദി മൻ ഹുവ കാദിബുൻ കഫാർ. അപ്പൊ കുർബത്തിൻ്റെത് അള്ളാഹുവിലേക്ക് അടുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവരോട് ചോദിക്കുന്നത് എന്നത് കുഫ്റാണ് എന്ന് നമ്മൾ സമർത്ഥിച്ചു. രണ്ടാമത്തേത്, മരിച്ചു പോയാൽ നാളെ പരലോകത്തിൽ ശുപാർശ ചെയ്യും അള്ളാഹിന്റെ. ഇതാണ് എന്റെ വാദം. ഈ മഹാന്മാർ ശുപാർശ ചെയ്യും. ആ ശുപാർശയെ സംബന്ധിച്ചാണ് ശുപാർശ രണ്ട് രീതിയിലാണ്. ഒന്ന് ഷഫാഅത്തുൽ മൻഫിയ, ഷഫാഅത്ത് നിഷേധിക്കപ്പെട്ട ഷഫാഅത്ത്, അംഗീകരിക്കപ്പെടാത്ത ഷഫാഅത്ത്. രണ്ട്, ഷഫാഅത്തുൽ മുസ്ബത, സ്ഥിരീകരിക്കപ്പെട്ട ഷഫാഅത്ത്, ഉള്ള ഷഫാഅത്ത്. എന്നാണ് നിഷേധിക്കപ്പെട്ട ഉണ്ടാകാത്ത ഷഫാഅത്ത്? മാ കാനത് തുത്ലബു മിൻ ഗൈരില്ലാഹ് ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലാ അല്ലാഹ്. അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് തേടുന്ന ഷഫാഅത്താണ് നിഷേധിക്കപ്പെട്ട ഷഫാഅത്ത്. നാളെ പരലോകത്ത് ഷഫാഅത്ത് ആർക്ക് പറ്റും?
അള്ളാഹുവിൻ്റെതാണ് ഷഫാഅത്ത്. അല്ലെ, ഷഫാഅത്ത് മുഴുവനും അള്ളാഹിൻ്റെതാണ്. അള്ളാഹ് പറഞ്ഞതാണ്. അപ്പോൾ അള്ളാഹുവിന്റെ അവകാശത്തിലുള്ള ഒരു കാര്യം, അള്ളാഹുവിന് മാത്രം കഴിയുന്ന ഒരു കാര്യം അള്ളാഹു അല്ലാത്തവരോട് തേടുകയാണ്. നാളെ പരലോകത്ത് എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് ആരോട് തേടുന്നു? ഈ മരിച്ചുപോയ മഹാന്മാരോട് തേടുന്നു. അത് ആരുടെ തേടേണ്ടത്? അള്ളാഹിനോടാണ്. കാരണം ഷഫാഅത്ത് ആടുക്കലാണ്, അള്ളാഹ് അടുക്കലാണ്. ഈ ഷഫാഅത്ത് ആര് ചെയ്യണം അത് തീരുമാനിക്കും, അള്ളാഹ് തീരുമാനിക്കും. അതാണ് നിഷേധിക്കപ്പെട്ട ഷഫാഅത്ത്. ഈ പറയപ്പെട്ട മഹാന്മാർ ആരും തന്നെ നാളെ പരലോകത്ത് ഷഫാഅത്ത് ചെയ്യുകയില്ല. എന്തുകൊണ്ട്? അവർക്ക് അള്ളാഹു ഷഫാഅത്ത് കൊടുത്തിട്ടില്ല, ഷഫാഅത്ത് ചെയ്യാനുള്ള അധികാരം കൊടുത്തിട്ടില്ല എന്നതുകൊണ്ട്. നാളെ സ്വീകരിക്കപ്പെട്ട ഷഫാഅത്ത്, അഷ്ഫാഅത്തുൽ മുസ്ബത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് തേടുന്ന ഷഫാഅത്തിനാണ് ഷഫാഅത്തുൽ മുസ്ബത എന്ന് പറയുക. അപ്പൊ ഷഫാഅത്ത് തേടേണ്ടത് ആരോടാണ്? അള്ളാഹുവിനോടാണ്. അള്ളാഹു അല്ലാത്തവരോട് ഷഫാഅത്ത് തേടിയാൽ അത് ശിർക്കാണ്, കുഫ്റാണ്. അള്ളാഹുവിനോട് മാത്രം തേടേണ്ട ഒന്നാണ് ഷഫാഅത്ത്. നാളെ പരലോകത്ത് കിട്ടേണ്ട ഷഫാഅത്ത് അള്ളാഹിനോട് മാത്രം തേടേണ്ട ഷഫാഅത്താണ്. അള്ളാഹു ആ ഷഫാഅത്ത് ഉപകരിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ. ഓ മുഅ്മിനീങ്ങളെ, ഒരു ദിവസം വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നാം നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവ് ചെയ്യുക. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ലാ ബൈഉൻ ഫീഹി, അവിടെ കച്ചവടം നടക്കൂല. വലാ ഖുല്ല, അവിടെ സുഹൃത്ത് ബന്ധങ്ങളില്ല. വലാ ശഫാ, ശുപാർശയില്ല. ഒന്നും അവിടെ ഉപകരിക്കൂല. അങ്ങനെ ഒരു ദിവസം വരാൻ പോകുന്നുണ്ട്. ആ ദിവസം വരുന്നതിന് മുമ്പ് നിങ്ങളുടെ സമ്പത്തിൽ നിന്നും നിങ്ങൾ ചെലവ് ചെയ്യുക. വൽ കാഫിറൂന ഹുമുൽ ളാലിമൂൻ. അപ്പോൾ ഷഫാഅത്ത് നടക്കാത്തൊരു ഷഫാഅത്ത് ഉണ്ട് അവിടെ എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. അപ്പൊ എല്ലാ ഷഫാഅത്തും അവിടെ സ്വീകാര്യമല്ല എന്ന് ഈ ആയത്തിലൂടെ കിട്ടി. ഷഫാഅത്ത് നടക്കാത്ത ഷഫാഅത്തും ഉണ്ട്. അതെന്താണ്? അള്ളാഹു അല്ലാത്തവരോട് തേടുന്ന ഷഫാഅത്താണ്. അപ്പോൾ ഇവരെന്തിനാണ് കബറാളികൾ പോകുന്നത്? അള്ളാഹിനോട് ശുപാർശിക്കാനാണ്. അള്ളാഹ് പറയുന്ന ആ ഷഫാഅത്ത് ഉപകരിക്കൂല. അത് അള്ളാഹിന്റെ മാത്രം അവകാശപ്പെട്ട ഷഫാഅത്ത് ആയതുകൊണ്ട് തന്നെ അവരോട് തേടി എന്നത് ശിർക്കുമാണ്. ഇനി അള്ളാഹിനോട് തരുന്ന ഷഫാഅത്ത് എന്താണ്? അതാണ് നാളെ പരലോകത്തുള്ള ഷഫാഅത്ത്, അഷ്ഫാഅത്തുൽ മുസ്ബത. നാളെ പരലോകത്ത് നടക്കുന്ന ഷഫാഅത്ത് ഏതാണ്? ഈ അള്ളാഹിനോട് തേടുന്ന ഷഫാഅത്താണ്. ആ ഷഫാഅത്തിന് രണ്ട് കാര്യങ്ങൾ നിബന്ധനയാണ്. രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിലേ നാളെ ഷഫാഅത്ത് ഉണ്ടാകുകയുള്ളൂ. ഒന്നാമത്തെ ഷഫാഅത്ത് നിബന്ധന, അള്ളാഹുവിന്റെ അനുമതിക്ക് ശേഷം മാത്രമേ ഷഫാഅത്ത് ഉണ്ടാവുള്ളൂ. രണ്ടാമത്തത്, അള്ളാഹ് ആർക്ക് വേണ്ടിയാണോ ശുപാർശ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അവർക്കേ ഷഫാഅത്ത് ഉള്ളൂ. മുവഹിദിന് മാത്രമേ അള്ളാഹുവിന്റെ ഷഫാഅത്ത് ഉള്ളൂ, അല്ലാത്തവർക്ക് ഷഫാഅത്ത് ഇല്ല. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നിബന്ധനയാണ് നാളെ പരലോക ഷഫാഅത്ത് ഉണ്ടാകാൻ. ഒന്ന്, ഇതിനുള്ള അള്ളാഹുവിന്റെ അനുമതി വേണം. രണ്ട്, അനിൽ മശ്റൂഇല, ആർക്ക് വേണ്ടിയാണോ ശുപാർശ ചെയ്യുന്നത് അവൻ അന്ന് തൃപ്തിപ്പെടണം. ഈ രണ്ട് നിബന്ധന പാലിക്കപ്പെട്ട ഷഫാഅത്തെ നാളെ ഉണ്ടാവുകയുള്ളൂ. ഈ രണ്ട് നിബന്ധനകൾ പാലിക്കപ്പെടാത്ത ഒരു ഷഫാഅത്ത് ഉണ്ടാവില്ല. ഒരു വലിയ പോയിട്ട് അള്ളാഹുവേ ഇന്നൊക്കെ എന്റെ മുരീദാണ് രക്ഷപ്പെടുത്തണം എന്ന് അള്ളാഹിന്റെ അനുമതി ഇല്ലാതെ അള്ളാഹു ആ വലിയ മുരീദിനെ എല്ലാം ഒന്ന് സ്വർഗ്ഗത്തിൽ കയറ്റുക, അല്ലെങ്കിൽ നരകത്തിൽ കടക്കാൻ പോകുന്ന ഒരാളെ ഒരു വലിയ വെച്ച് എന്റെ മുരീദാണ് ഇവൻ നരകത്തിൽ കടത്തരുത് എന്ന് പറയാ, അങ്ങനത്തെ ഒരു ഷഫാഅത്ത് ഉണ്ടാവില്ല അവിടെ. അപ്പോൾ ഉള്ളത് ഷഫാഅത്ത് ഒരു ഷഫാഅത്താണ്. ആ ഷഫാഅത്തിന് രണ്ട് നിബന്ധനയുണ്ട്. അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ ഒരു ഷഫാഅത്തും ഉണ്ടാവുകയില്ല. അല്ലാഹു പറഞ്ഞു, കം മിൻ മലക്കിൻ ഫിസ് സമാവാതി ലാ തുഗ്നി ശഫാഅതുഹും ശൈഅ ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദനല്ലാഹു ലഹും ലിമൻ യശാഉ വയർളാ. അല്ലേ, മിൻ ബഅദി അൻ യഅ്ദനല്ലാഹു ലിമൻ യശാഉ വയർളാ. ആകാശത്ത് എത്ര മലക്കുകളാണ്? ആ മലക്കുകളുടെ ശഫാഅത്ത് ഒന്നും തന്നെ ഉപകരിക്കുകയില്ല എപ്പോഴല്ലാതെ ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദനല്ലാഹു ലിമൻ യശാഉ വയർളാ. അള്ളാഹ് ഉദ്ദേശിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്തവർക്ക് അള്ളാഹ് അനുമതി കൊടുത്തതിന് ശേഷം അല്ലാതെ മലക്കുകളുടെ ഷഫാഅത്ത് പോലും ഉപകരിക്കുകയില്ല. പിന്നെ ഇവർ പറയുന്ന മഹാന്മാരാണെന്ന് പറയുന്നവർ ഷഫാഅത്ത് ചെയ്യാൻ ഒരിക്കലും ഉണ്ടാവില്ല. ഇതാണ് ഷഫാഅത്തിനെ സംബന്ധിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമ്മൾ നവാഖുൽ ഇസ്ലാമിന്റെ ക്ലാസ്സിൽ അത് വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷഫാഅത്ത് ഉണ്ടാകുന്ന ഷഫാഅത്ത് രണ്ട് നിബന്ധനയിൽ പാലിക്കപ്പെട്ട ഷഫാഅത്താണ്. ഒന്ന്, അള്ളാഹു അനുവാദം നൽകിയതിനു ശേഷമേ ഷഫാഅത്ത് ഉണ്ടാവുകയുള്ളൂ. രണ്ട്, അള്ളാഹു ആർക്ക് വേണ്ടിയാണോ അനുവാദം കൊടുത്തത് അവർക്കേ ഷഫാഅത്ത്, എല്ലാവർക്കും ഇല്ല.